സ്കൂൾ ഡേയ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 അഡ്മിഷൻ്റെ ഓൺലൈൻ അപേക്ഷ ഏകജാലക സംവിധാനത്തിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മൊബൈൽ ഫോണിൽ ചെയ്യുന്ന രീതി ഇതിനു മുമ്പ് സ്കൂൾ ഡേയ്സ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൗകര്യമുണ്ട് എന്നതുകൊണ്ട് പലരുടെയും അഭ്യർത്ഥന മാനിച്ച് ലാപ്ടോപ്പിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് ആണ് ഈ വീഡിയോയിൽ സ്കൂൾ ഡേയ്സ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ HSCAP സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. HSCAP ഗേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. HSCAPൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളെക്കുറിച്ചുള്ള ഒരു സ്ലൈഡ് കാണിക്കും. അത് വായിച്ച് നോക്കിയതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്രോസ്പെക്ടസ് വേണമെങ്കിൽ നോക്കാം. അതിൻ്റെ നിർദ്ദേശങ്ങൾ അപ്ലൈ ഓൺലൈൻ SWS ഇതാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഡിസ്ട്രിക്റ്റാണ്. നമ്മുടെ ജില്ല ഏത് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. എല്ലാ 14 ജില്ലകളും അതിൽ കാണും. അതിൽ നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക. താഴെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നിർദ്ദേശം കാണുന്നുണ്ട്. റിഫ്രഷ് ചെയ്യാതെ പിന്നോട്ട് പോകാതെ ചെയ്യുന്നതാണ് നല്ലത്. പോയാലും തെറ്റിയാലും പരിഹാര മാർഗങ്ങളുണ്ട്. അതിൽ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ പിന്നീട് ചോദിക്കുന്നത് സെലക്ട് ഓപ്ഷൻസ് ആണ്. 2019-20 മുതൽ പല ഓപ്ഷൻസ് ഉണ്ട്. CBSE കാണാം, ICSE കാണാം, അതുപോലെ IED കേരള സിലബസ് SSLC എഴുതിയ വളരെ ചുരുക്കുന്ന IED കുട്ടികളല്ല, അത് IED സിലബസിൽ എഴുതിയിട്ടുള്ള കുട്ടികളാണ്. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ 2020 SSLC മാർച്ച്, ഇയർ, മന്ത് ഇതൊക്കെ സെലക്ട് ചെയ്യാനുണ്ട്. ഇയറൊക്കെ അതിൽ വന്നിട്ട് നമ്മൾ മുകളിൽ സെലക്ട് ചെയ്താൽ വരും. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ഏതാണ് മോഡ്, നമ്മൾ ആരാണ് ഏത് രീതിയിലാണ് ചെയ്യുന്നത്, സ്വന്തമായിട്ടാണോ, സെൽഫാണോ, സ്കൂൾ ഹെൽപ്പ് ലൈൻ വഴിയാണോ, ഹെൽപ്പ് ഡെസ്ക് ആണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗമാണോ, ആരെങ്കിലും സഹായിച്ചിട്ടാണോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡിപ്പാർട്ട്മെൻറ്റിന് കണക്കുകൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇട്ടതാണ്. താഴെ ഒരു കോഡ് വന്നിട്ടുണ്ടാവും, നമ്പർ. ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഫേസിൽ ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ആദ്യ ഭാഗം പൂർത്തിയാവും. മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നു. അവസാനം സെൽഫ് അല്ലെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് പിന്നീട് ആ കോഡ്, താഴെ കാണുന്ന കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുന്നതോടുകൂടി ഫേസ് കംപ്ലീറ്റ് ആവും. സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അടുത്ത ഫേസിൽ ആദ്യം തന്നെ ഒരു പച്ച നമ്പറാണ് കാണുന്നത്, ആപ്ലിക്കേഷൻ നമ്പർ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ. ഇതിപ്പോൾ തന്നെ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ കോഡ്, പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ ഹയർ സെക്കൻഡറീൻ്റെ കോഡാണ്. ഹയർ സെക്കൻഡറി ഇല്ലാത്തവർ താഴെ ഏറ്റവും അവസാനത്തിൽ അതേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ മറ്റ് അൺഎയ്ഡഡ് സ്കൂളുകാർ ഒക്കെ 1, 2, 3, 4, 5 എന്ന് പറയുന്ന അതേഴ്സ് ഓപ്ഷൻ കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ അതിൽ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. കമ്മ്യൂണിറ്റി, അതുപോലെ റിലിജ്യൻ, ഇതൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ചിലർക്ക് കാസ്റ്റ്, 10 ഇതിൻ്റെ അപ്പൻഡിക്സ് 2 പ്രോസ്പെക്ടസ്, നമ്മൾ ആദ്യം കണ്ട പ്രോസ്പെക്ടസിലെ അപ്പൻഡിക്സ് 2 നോക്കി നമ്മൾ ഏത് കാറ്റഗറിയാണ് വരുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കമ്മ്യൂണിറ്റി. പിന്നീട് ചോദിക്കുന്നത് ആധാർ നമ്പറാണ്. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ, അതല്ലെങ്കിൽ ആധാറിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നൺ എന്ന് പറയുന്ന ഓപ്ഷൻ ആധാർ ഇല്ലെങ്കിൽ അത് കൊടുത്താലും മതി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആധാർ നമ്പർ ഉണ്ട്, ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അത് കഴിയുന്നതോടുകൂടി അടുത്ത ഫേസിൽ ചോദിക്കുന്നത്, തൊട്ട് താഴെ ചോദിക്കുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി വിഭാഗങ്ങൾ, അതായത് ഭാഷാപരമായ പിന്നോക്കാവസ്ഥയുള്ള ഏതെങ്കിലും വിഭാഗങ്ങളുണ്ടെങ്കിൽ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉള്ളതാണ്. തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷ സംസാരിക്കുന്ന കേരളത്തിലുള്ള ആളുകളുടെ അവർക്കൊരു പ്രത്യേക കോട്ടയുണ്ട്. അതിന് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇവിടെ വേണ്ടാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. അതേപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ കോളത്തിൽ ആ ബോക്സിനകത്ത് ടിക്ക് ചെയ്തതിന് ശേഷം ഏത് തരത്തിലുള്ള ഡിസബിലിറ്റിയാണ് അവർക്കുള്ളത് എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെയാണ് IED കുട്ടികളുടേതൊക്കെ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ താലൂക്ക്, ജില്ല, ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നു, താലൂക്ക് ചോദിക്കുന്നുണ്ട്.
ലോക്കൽ ബോഡി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ താഴേക്ക് വരുമ്പോൾ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ് അതിനകത്ത് വന്നിട്ടുണ്ടാവും SLC ബുക്കിലുള്ളത്. CBSEക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അഡ്രസ്സ് ഒരിക്കലും തെറ്റരുത്. അക്ഷരം, സ്പേസ് ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം. ഓരോ വാക്കുകൾക്കിടയിലുള്ള സ്പേസ്. തൊട്ട് താഴെ കമ്മ്യൂണിക്കേഷനുള്ള അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആസ് എബവ് എന്ന് പറയുന്ന ബോക്സിന് ടിക്ക് ചെയ്താൽ താഴെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കത്തയക്കാൻ വേറെ അടുത്ത് താമസമാണെങ്കിൽ അഡ്രസ്സ് മാറ്റി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ പെർമനൻ്റ് അഡ്രസ്സാണ് നമുക്ക് ബോണസ് പോയിൻറ്റിന് അർഹത കിട്ടുന്നത്. അത് കഴിയുമ്പോൾ താഴെ പിന്നീട് ഈ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ID വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. ചുവന്ന സ്റ്റാർ വലത് ഭാഗത്ത്, ഓരോന്നിൻ്റെ അറ്റത്ത് വലത് ഭാഗത്ത് ചുവന്ന സ്റ്റാർ ഇട്ടതാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മറ്റുള്ളത് നിർബന്ധമല്ല. അതിൻ്റെ വലത് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉള്ള കുട്ടികളെ അത് ടിക്ക് ചെയ്യാം, ഉണ്ടെങ്കിൽ അതിൽ ടിക്ക് ചെയ്യാം. പിന്നീട് സ്വിമ്മിങ് ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ഇവിടെ ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം നമ്മൾ ടിക്ക് ചെയ്യുകയാണ്. താഴേക്ക് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ്, നമ്മുടെ ബോണസ് പോയിൻറ്റിൻ്റെ ഏരിയ ആണിത്. ബോണസ് പോയിൻറ്റ് അതുപോലെ ടൈ ബ്രേക്കറിനുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളത് മാത്രമേ ടിക്ക് ചെയ്യാവൂ. ഇതൊക്കെ നമുക്ക് ജില്ലാ സ്റ്റേറ്റ് ലെവലിൽ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. A ഗ്രേഡ് എത്ര എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവിടെ കാണിക്കേണ്ടത്. 2 എണ്ണത്തിന്, ഒന്നിനാണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. കിട്ടാത്തവരുണ്ടെങ്കിൽ അവിടെ 0. A ഗ്രേഡ്, B ഗ്രേഡ് ഒക്കെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ, ശാസ്ത്രമേള ഉണ്ട്, സ്പോർട്സ് ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ക്ലബ്ബുകൾ, SS ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഇതിലേതാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത് മാത്രം ടിക്ക് ചെയ്യുക. കാരണം ഇതിൻ്റെ അവസാനം ചോദിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റിലെ നമ്പർ, ഡേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ടിക്ക് ചെയ്താൽ അവിടെ ചോദിക്കും. ഇവിടെ ടിക്ക് ചെയ്തില്ലെങ്കിൽ അത് ചോദ്യം ഉണ്ടാവില്ല. താഴെ എത്രാമത്തെ ഓപ്ഷനിലാണ് ചാൻസ് നമ്പർ. അതേപോലെ തൊട്ട് മുമ്പ് ഒരു ബോക്സ് ഉണ്ട്. രാജ്യപുരസ്കാർ നേടിയ കുട്ടികളാണെങ്കിൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ രാജ്യപുരസ്കാരം നേടിയ കുട്ടികളാണ് ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ മുകളിൽ ഈ സ്ഥലത്ത് ടിക്ക് ചെയ്യണം. താഴെ ഈ കുട്ടി രാജ്യപുരസ്കാരം നേടിയ കുട്ടിയായതുകൊണ്ട് ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്. അത് പ്രത്യേക പരിഗണനയുള്ള വിഭാഗമായതുകൊണ്ട് ഇവിടെ ടിക്ക് ചെയ്തു. എത്രാമത്തെ ചാൻസ്? 1ാമത്തെ ചാൻസിൽ SLC പാസ്സായതാണ്. അതുകൊണ്ട് 1. 2 പ്രാവശ്യം SLC എഴുതിയിട്ടാണ് പാസ്സാകുന്നവരുണ്ടെങ്കിൽ 2 നടിക്കണം. അത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോളത്തിലേക്ക് വരും. മാർക്ക് ലിസ്റ്റിൽ അതവിടെ ഓൾറെഡി ഉണ്ട്. റീവാലുവേഷൻ മാർക്ക് ലിസ്റ്റ് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെയാണ് അവിടെ വരുന്നത്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫേസിൽ വരുന്നത് സ്കൂൾ ഓപ്ഷൻ കൊടുക്കലാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സ്കൂൾ കോഡ് ആണ് കൊടുക്കേണ്ടത്. 1ാമത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. നിർബന്ധമായി നമുക്ക് കിട്ടേണ്ട നിർബന്ധമുള്ളതാണ് ആദ്യം അടിക്കേണ്ടത്. ആദ്യം അടിച്ചു കൊടുക്കുന്നത് സ്കൂളിൻ്റെ കോഡ് അടിച്ചതിന് ശേഷം പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്കൂളിലുള്ള കോഴ്സുകളെല്ലാം കാണിക്കും പച്ച അക്ഷരങ്ങളിൽ. സ്കൂളിൻ്റെ പേരും ചുവന്ന അക്ഷരത്തിലും പച്ച അക്ഷരത്തിലും സ്കൂളിൻ്റെ കോമ്പിനേഷൻസ്. അതിലേത് കോമ്പിനേഷനാണെന്ന് സെലക്ട് ചെയ്ത് വലതേ ഭാഗത്ത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് അത് അവിടെ ഈ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം. അത് സബ്മിറ്റ് ചെയ്യുക. ഓരോന്നും സബ്മിറ്റ് ചെയ്യണം. ഓരോന്നും വലത് ഭാഗത്തുള്ള പച്ച സബ്മിറ്റ് ബട്ടൺ കൊടുക്കണം. ഓരോന്നും സേവ് ചെയ്തതിന് ശേഷം, സബ്മിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഓരോന്നും ചെയ്യുക. എത്ര സ്കൂൾ വേണമെങ്കിലും ആ ജില്ലയിലെ സ്കൂളുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ആവശ്യത്തിന് മതി. പോകാൻ നമ്മൾ കിട്ടിയാൽ പോകാൻ സാധ്യതയുള്ളത് മാത്രം ടൈപ്പ് ചെയ്യുക. അമിതമായി ചെയ്യുന്നത് ഗുണകരമല്ല. ആവശ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടത് മാത്രം ടൈപ്പ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഏകദേശം ചെയ്ത് കുറേ സ്കൂളുകൾ ചെയ്യുകയാണ്. അതിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആദ്യത്തേത് നമ്മൾ 1ാമത് ചെയ്യുന്ന 1ാമത്, 2ാമത് ചെയ്യുന്ന 2ാമതാണ് വരുന്നത്. ഇടയ്ക്ക് ഓർഡറും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തിരുത്താൻ അവസരമുണ്ട്. 2, 3 ചെയ്തിട്ട് ഈ ഭാഗത്ത് ഇത് നോക്കിയിട്ട് ഇതിൽ വേണമെങ്കിൽ ഈ സ്കൂൾ ഇപ്പോൾ 3ാമത്താണെങ്കിൽ 4ാമത്തെ ആക്കണമെങ്കിൽ ആക്കാം. അല്ല ഇത് 2ാമത്തോ 1ാമത്തോ ആക്കണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷനാണിത്. എപ്പോഴും വേണ്ടി വരില്ല. എന്നിരുന്നാലും അത് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റും ഫസ്റ്റും അവിടെ ഉണ്ടാവുകയുള്ളൂ. അതിൽ ബാക്കി ഇടയ്ക്ക് നമുക്ക് ഇതിന് ഏത് നമ്പർ ചെയ്യണമെങ്കിൽ നമ്പർ ചെയ്യാം. ഓരോ സ്കൂളിൻ്റെയും കോഡ്, കോമ്പിനേഷൻ കോഡ് ശ്രദ്ധിച്ച് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 8 സ്കൂൾ, 8-9 സ്കൂളോളം ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇനിയും വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ മൈനസ് പോയിൻ്റ്, ആ ചുവന്ന ബട്ടൺ അമർത്തിയാൽ ഡിലീറ്റ് ചെയ്യാം. ഓരോന്ന് ഒഴിവാക്കാം. ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അടുത്ത ഫേസിൽ വരുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത സർട്ടിഫിക്കറ്റുകൾ, ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ, സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ്, NCC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലുള്ള സർട്ടിഫിക്കറ്റുകൾ എൻ്റർ ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്ലോഡ് ചെയ്യുകയൊന്നും വേണ്ട. അതിൻ്റെ നമ്പറും ഡേറ്റും ഇഷ്യൂ ചെയ്ത അതോറിറ്റിയും 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ സ്കൂളിൽ നിന്ന് കിട്ടിയ ക്ലബ് സർട്ടിഫിക്കറ്റിൽ
നമ്പർ ഇല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര് മാത്രം SS ക്ലബ്ബ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് എന്ന് നമ്പറിന് പകരം അടിച്ചാൽ മതി. സ്കൂളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ നമ്പർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റിനൊക്കെ നമ്പർ നിർബന്ധമാണ് എന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. സ്വിമ്മിങ് സർട്ടിഫിക്കറ്റിന് സ്വിമ്മിങ് എന്ന് എഴുതിയാൽ പോരാ, അതിൻ്റെ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യണം. അതേപോലെ ഡേറ്റ്, നമ്മൾ ഏതാണ് ആ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ടൈപ്പ് ചെയ്യുന്നു. അതോറിറ്റി ഏതാണ്, ഇപ്പോൾ സ്കൂളിൻ്റെ ആണെങ്കിൽ HM സ്കൂളിൻ്റെ പേര്, സ്വിമ്മിങ് ആണെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ പേര്. ഇങ്ങനെ നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് നേരത്തെ ടിക്ക് ചെയ്ത എല്ലാ ബോണസ് പോയിൻറ്റിന് ടൈ ബ്രേക്കറിന് അർഹതയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇവിടെ ചോദിക്കും. ഇത് നിർബന്ധമായി ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത കൺഫർമേഷന് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ 3 സർട്ടിഫിക്കറ്റുകളാണ് ഈ കുട്ടിയുടേതുള്ളത്. അത് 3ഉം ടൈപ്പ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുത്തു. നമ്പർ, സ്വിമ്മിങ്ങിൻ്റെ നമ്പർ, അതുപോലെ ഡേറ്റ്, അതോറിറ്റി പഞ്ചായത്തിൻ്റെ പേര്, അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത അതോറിറ്റി പഞ്ചായത്താണ്, അതും സബ്മിറ്റ് ചെയ്യുന്നു. ഈ സർട്ടിഫിക്കറ്റുകൾ 2 എണ്ണം, ഈ കുട്ടിയുടെ 2 സർട്ടിഫിക്കറ്റുകൾ ഫില്ല് ചെയ്തു. സബ്മിറ്റ് ആൾ കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടി നോക്കാം. എന്തെങ്കിലും തിരുത്തൽ വരണമെങ്കിൽ ഇതുവരെ ചെയ്തത് മുഴുവൻ ഒരു ഫേസിൽ വരും. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഈ പച്ച ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ചെയ്തതിൽ എനിക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ പോവുകയാണ് നമ്മൾ. ഇതിലൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓപ്ഷൻസിൽ വേണമെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. എല്ലാം എഡിറ്റ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ തിരുത്തണമെങ്കിൽ തിരുത്താം. ഓരോ ഫേസിലും നമുക്ക് തിരുത്താനുള്ള ഓപ്ഷൻ ഒരിക്കൽ കൂടി തരുന്നുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്താം. അവസാനം ഡിക്ലറേഷനാണ്. പാരൻറ്റ് നൽകുന്ന ഡിക്ലറേഷൻ, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഡിക്ലറേഷൻ ആ കോളത്തിൽ ടിക്ക് ചെയ്തെന്ന് മാത്രം ചെയ്താൽ മതി. അത് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുക്കുകയാണ്. ഇത് കഴിയുന്നതോടുകൂടി ഇനി തിരുത്തൽ ഇപ്പോൾ നടക്കില്ല. പിന്നെ നമുക്ക് തിരുത്തണമെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിലേ പറ്റൂ. ഒന്നുകൂടി ചോദിക്കുക, കൺഫർമേഷൻ ചോദിച്ചു, ക്ലിക്ക് ചെയ്തു, ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്രിൻ്റ് സോഫ്റ്റ് കോപ്പി അതിനകത്ത് വരും. ഇത് മതി. അതിൽ സ്കൂളിൽ കൊണ്ട് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ നമ്മൾ കയ്യിൽ വെക്കാം. അതല്ലെങ്കിൽ അത് മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഉള്ളത് മതി. ആ നമ്പർ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. പിന്നീട് ഒരു OTP വരാനുണ്ട്. 10-ാം തീയതിയോടുകൂടി എല്ലാവർക്കും OTP വരും. ആ OTP അല്ലെങ്കിൽ പാസ്വേഡ് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്തിട്ടാണ് ഇനി എല്ലാ തെറ്റുകളും തിരുത്താനോ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കാൻ അഡ്മിഷൻ എടുക്കാനൊക്കെ ചിലപ്പോൾ അത് വേണ്ടി വരും. ഈ കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും OTP വരുന്ന മൊബൈൽ നമ്പറിൽ വരുന്ന OTP അല്ലെങ്കിൽ പാസ്വേഡും രണ്ടും നിർബന്ധമായും നോട്ട് ചെയ്തു വെക്കുക. മറ്റൊരു കാര്യം, സ്കൂൾ ഡേയ്സ് നിങ്ങളെ ത്രൂ ഔട്ട് സഹായിക്കാൻ വേണ്ടി ഈ വിഷയത്തിൽ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും തീർക്കുന്നതിന് വേണ്ടി സ്കൂൾ ഡേയ്സ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാവാൻ ഇതിന് തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് വഴി ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാവുക. നിങ്ങൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.